ബലൂണും അതുപോലെ തന്നെ ടിഷ്യൂ പേപ്പറും എടുത്തോണ്ട് വന്നപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന മൂൺ ലാമ്പാണ്. അപ്പോൾ കുറേ കാലം മുമ്പ് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നൊരു സംഭവമായിരുന്നല്ലോ ഈ ഒരു ഐറ്റം. അപ്പോൾ അന്ന് നമുക്ക് ചെയ്യാനായിട്ട് യൂട്യൂബ് ചാനലൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ ചാനൽ തുടങ്ങിയോണ്ടാണ് ഇപ്പോൾ ഈ സംഭവം ചെയ്യണത്. പിന്നെ ഇതിൻ്റെ പ്രോസസ്സൊന്നും നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തേണ്ട ആവശ്യമില്ല, കാരണം നിങ്ങളിത് കണ്ട് മടുത്തിട്ടുള്ളൊരു സംഭവമാണ്. അതുകൊണ്ട് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ട്രൈ ആയതുകൊണ്ട് തന്നെ എങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കൊന്നും അറിയില്ല കേട്ടോ. ഞാൻ കുറച്ചധികം ഈ ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ കോട്ടിങ് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളിത് ഈ ബലൂൺ പൊട്ടിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് അത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ വീഡിയോ അവസാനം വരെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ നമ്മളെന്താ അത് നമ്മൾ ടിഷ്യൂ പേപ്പറൊക്കെ ഇതാക്കിയിട്ട് നമ്മൾ ഒരു ദിവസം ഫുൾ ഉണക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിറ്റേ ദിവസം നമ്മളെടുത്ത് ആ ബലൂൺ അങ്ങോട്ട് മുറിക്കുകയാണ്. മുറിച്ച സമയത്ത് എൻ്റെ നെഞ്ചങ്ങോട്ട് പെടഞ്ഞ് ഗൈസ്, കാരണം ആ സാധനം ഇങ്ങോട്ട് ചുരുങ്ങിപ്പോയി. അപ്പോൾ എൻ്റെ മനസ്സിൽ തന്നെയായിരുന്നു ഇങ്ങനെ ചുരുങ്ങിപ്പോകുന്നു. പിന്നെ നമ്മളെന്താക്കി അത് കത്രിക വെച്ചിട്ടൊക്കെ കുത്തി, നമ്മൾ കുറച്ച് പ്രൊഫഷണലാണല്ലോ, അങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനുള്ള സ്റ്റാൻഡ് ഉണ്ടാക്കാം. സ്റ്റാൻഡ് ഉണ്ടാക്കാനെങ്കിൽ പ്രത്യേകിച്ചൊന്നും നമുക്ക് വേണ്ട കേട്ടോ. നമ്മുടെ ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് നമ്മുടെ പേപ്പർ സ്ട്രോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പേപ്പർ എടുത്തിട്ട് റോൾ ചെയ്തിട്ട് സെയിം ഇതുപോലെ തന്നെ പേപ്പർ റോൾ വെച്ചിട്ട് ഉണ്ടാക്കിയാലും നല്ല രസം ഉണ്ടാവും കേട്ടോ കാണാനായിട്ട്. അപ്പോൾ സംഭവം മനസ്സിലായല്ലോ. ഇങ്ങനെ 4 ഐസ്ക്രീം സ്റ്റിക്ക് എടുത്തിട്ട് ഇങ്ങനെ മുകളിൽ കുറച്ചധികം ലെയർ ചെയ്താൽ മതി. ഇപ്പം ഞാൻ ഒരു 5-6 ലെയർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കിയ ആ മൂന്ന് ലാമ്പെന്ന് പറയാൻ പറ്റില്ല, ആ മൂണിലോട്ട് നമ്മുടെ എന്താക്കുക, ഈ ഒരു ഫെയറി ലൈറ്റ് നമ്മൾക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ലൈറ്റാണ് ഇതിനെ കുറച്ചും കൂടി നന്നായിട്ട് ഇതാകുമ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഓണാക്കി ഓഫാക്കിയൊക്കെ ചെയ്യാം. അങ്ങനെ നമ്മൾ സംഭവം എന്തായാലും സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക.